തിരുവനന്തപുരം കാട്ടാക്കടയിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വില കൂടിയ മരുന്ന് വാങ്ങി പണം കൊടുക്കാതെ മുങ്ങുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഫോണിൽ വിളിച്ച് വില കൂടിയ മരുന്ന് ആവശ്യപ്പെട്ട ശേഷം സ്ഥാപനത്തിലെത്തി തന്ത്രപൂർവ്വം മരുന്ന് കൈക്കലാക്കി മുങ്ങുന്നതാണ് അയാളുടെ രീതി. കാട്ടാക്കട പ്രദേശങ്ങളിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വില കൂടിയ മരുന്ന് വാങ്ങി പണം കൊടുക്കാതെ മുങ്ങുന്ന ഇതര സംസ്ഥാനക്കാരന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. മെഡിക്കൽ സ്റ്റോറുകളിൽ ഇത്തരം തട്ടിപ്പ് നടക്കുന്നതായി മെഡിക്കൽ സ്റ്റോർ ഉടമകളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ സന്ദേശം ലഭിച്ചിരുന്നു. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ട വില കൂടിയ മരുന്നിനു പകരം പരീക്ഷണാർത്ഥം സ്ഥാപനത്തിന്റെ ജീവനക്കാരി വൈറ്റമിൻ ഗുളികകൾ പൊതിഞ്ഞുവെച്ചു. ഇതാണ് തട്ടിപ്പുകാരൻ കൊണ്ടുപോയത്. പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു ബൈക്കിൽ കയറി ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. കാട്ടാക്കട മുടിപ്പുര കെട്ടിടത്തിൽ ന്യൂപ്രഭ മെഡിക്കൽ സ്റ്റോറിലായിരുന്നു സംഭവം. നമുക്കൊരു അവയർനെസ് ഉള്ളതുകൊണ്ട് നമ്മളത് വൈറ്റമിൻ ടാബ്ലറ്റ് എടുത്ത് വെച്ചു. അല്ലാതുള്ള സ്ഥലത്താണെങ്കിലോ എന്താ പറ്റണം, അവർ ആ മെഡിസിൻ അല്ലേ കൊണ്ടുപോകത്തുള്ളൂ. അപ്പൊ ഇതിനെന്താന്നുള്ളൊരു തുടർ നടപടി എന്താണെന്നാലും ഉണ്ടായേ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ നമ്മളെ സാധാരണ വീട്ടിലെ പിള്ളേരെല്ലാം ഇവരുടെ ഒരു ഗ്യാങ്ങിലായിപ്പോവും. ഒരാൾ ചെന്ന് പെട്ടാൽ മതി, ബാക്കി എല്ലാം ഇവരുടെ ഗ്യാങ്ങിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ വിഴിഞ്ഞം, വെങ്ങാനൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും സമാന സംഭവം നടന്നിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പുകാർ പ്രദേശത്ത് സജീവമാണെന്നും നാട്ടുകാർ പറയുന്നു. സ്ത്രീകൾ മാത്രമുള്ള മെഡിക്കൽ സ്റ്റോറുകൾ കേന്ദ്രീകരിച്ച് സ്ഥാപനത്തിന്റെ നമ്പർ സംഘടിപ്പിക്കും. ശേഷം ഈ നമ്പറിൽ നിരന്തരം വിളിച്ച് മരുന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. തുടർന്ന് സ്ഥലത്ത് നിരീക്ഷണം നടത്തി ഇവർ മെഡിക്കൽ സ്റ്റോറിലെത്തുകയും മരുന്നെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. സാധാരണ പോലെ മരുന്നെടുത്ത് കൗണ്ടറിൽ വെക്കുന്ന സമയം ഇവ കയ്യിലെടുത്ത് മുങ്ങുകയാണ് രീതി. പിന്നീട് മൊബൈൽ ഫോൺ ഓഫാക്കും. ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നതായി അറിയിപ്പ് ലഭിച്ച സ്ഥാപനത്തിലുള്ളവർ മൊബൈൽ നമ്പറിലേക്ക് കോൾ വന്ന സമയം മുതൽ സംശയത്തിലായിരുന്നു. തുടർന്നാണ് ഇങ്ങനെയൊരു പരീക്ഷണം നടത്തിയത്. സംഭവത്തിൽ പോലീസിന് പരാതി നൽകാനൊരുങ്ങുകയാണ് അധികൃതർ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.